ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റിൽ ട്രിപ്പിളിയിലെ ഗേറ്റ് കോച്ചിങ്ങിലെ പവർ ഇലക്ട്രോണിക്സിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് SCR. ഓക്കെ, അതായത് തൈറിസ്റ്റർ. അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ തിയറി ക്ലാസ്സസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ SCRന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ വീക്കിൽ നമ്മൾ 2-3 വീക്കിൽ SCRന്റെ കുറേ MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മൾ SCRന്റെ ഫസ്റ്റ് MCQ സെറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പവർ ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കായ SCR സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ പാർട്ട് 1 ആണ് ഈ വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് SCR ഹാസ് ആവറേജ് പവർ ഡിസിപ്പേഷൻ ഓഫ് 0.5 watt. Allowable voltage variation is 2 volt to 8 volt. Consider the power dissipation to be constant. Find out gate current for gate voltage of 2 volt. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? പവർ ഡിസിപ്പേഷൻ നമുക്ക് തന്നിരിക്കുന്നുണ്ട്. എത്രയാണ്? 0.5 watt തന്നിട്ടുണ്ട്. അലവബിൾ വോൾട്ടേജ് വേരിയേഷൻ എന്ന് പറയുന്നത് 2 മുതൽ 8 വരെയാണ്. 2 to 8 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ പവർ ഡിസിപ്പേഷൻ നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ 2 വോൾട്ടേജിൽ വരുന്ന ആ ഒരു ഗേറ്റ് വോൾട്ടേജ് 2Vയിൽ വരുന്ന ഗേറ്റ് കറന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗേറ്റ് കറന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ ഓപ്ഷൻ എ 0.25 ആംപിയർ ആണ് നമുക്ക് വരുന്ന ആൻസർ വരുന്നത്. എന്താണ്? 0.25. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ആവറേജ് ഗേറ്റ് പവർ ഡിസിപ്പേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.5 വാട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ PG is equal to gate power, that is equal to VG into IG. അതാണ് നമുക്ക് 0.5 വാട്ട് എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഗിവൺ റേഞ്ച് ഓഫ് ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 to 8 ആണ്. അതിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഏത് വോൾട്ടേജിലത്തെയാണ്? 2Vയിലുള്ള കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് IG is equal to PG by VG എന്ന് കൊടുത്താൽ പോരെ. അപ്പൊ IG is equal to PG by VG. PG യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 0.5 വാട്ട് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഏത് വോൾട്ടേജ് ആണ്? 2 വോൾട്ടേജ്. അപ്പൊ 2 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ആംപിയർ വരും. സപ്പോസ് നമുക്ക് 8 വോൾട്ടേജിൽ ഉണ്ടാവുന്ന കറന്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 0.5 ഡിവൈഡഡ് ബൈ 8 എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോ ഗേറ്റ് പവറോ അല്ലെങ്കിൽ പവർ ഡിസിപ്പേഷൻ ഓഫ് ദി ഗേറ്റ്, അതല്ലെങ്കിൽ VG ഗേറ്റ് വോൾട്ടേജോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തന്നിട്ട് ഗേറ്റ് കറന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. എന്താണ് നമുക്ക് വരുന്ന ഇക്വേഷൻ? PG is equal to VG into IG. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ പവർ ഡിസിപ്പേഷൻ വരുന്നുണ്ട്, ഗേറ്റ് കറന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് വോൾട്ടേജ്. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ 3 വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 0.25 ആംപിയർ വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് ദ പാർട്ട് OY as referred to in the diagram of forward gate characteristics of a thyristor represent? അപ്പോൾ ഒരു തൈറിസ്റ്ററിന്റെ ഫോർവേഡ് ഗേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതില് OY എന്ന് പറയുന്നത്, അതായത് ഇതാണ് നമുക്ക് O എങ്കിൽ OY എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്താണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ളത്. മിനിമം ഗേറ്റ് വോൾട്ടേജ് ടു ട്രിഗർ ആൻഡ് SCR. ഒരു SCRനെ ട്രിഗർ ചെയ്യുന്നതിന് ആവശ്യമായ മിനിമം ഗേറ്റ് വോൾട്ടേജ് ഏതാണോ അതാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് O എന്ന് പറയുന്നത് അല്ലെ. O എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. O എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു OY എന്ന് പറയുന്നത്, ഈ ഒരു OY എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ മിനിമം ഗേറ്റ് വോൾട്ടേജ് ടു ട്രിഗർ ആൻ SCR. ഒരു SCR ട്രിഗർ ചെയ്യുന്നതിന് ആവശ്യമായ മിനിമം ഗേറ്റ് വോൾട്ടേജ് ആണ് OY എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, OXY അല്ലെ, XY OX അല്ലെങ്കിൽ OX എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഗേറ്റ് വോൾട്ടേജ് ആൻഡ് കറന്റ് ടു SCR. ഒരു ഗേറ്റ് വോൾട്ടേജ് അതുപോലെ തന്നെ ഒരു ഗേറ്റ് കറന്റ്. ഓക്കെ, SCRനെ ട്രിഗർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. VGM IGM. VGM എന്ന് പറഞ്ഞാൽ എന്താണ്? VGM IGM. ഇതാണ് VGM, ദിസ് ഈസ് IGM. അതെന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം പെർമിസിബിൾ ഗേറ്റ് വോൾട്ടേജ് ആൻഡ് കറന്റ്. മാക്സിമം നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ഗേറ്റ് വോൾട്ടേജും കറന്റുമാണ് VGM-ഉം അതുപോലെ തന്നെ IGM-ഉം. OA എന്ന് പറയുന്നത്, അതായത് ഇത് OA ആണ്. OA എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ, ഈ ചെറിയൊരു വാല്യൂ എന്ന് പറയുന്നത് നോൺ ട്രിഗറിംഗ് ഗേറ്റ് വോൾട്ടേജ് ആണ്. ട്രിഗർ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നോൺ ട്രിഗറിംഗ് ഗേറ്റ് വോൾട്ടേജ് ആണ്. ഓക്കെ, നോക്കൂ, ഇറ്റ് റെപ്രസെന്റ് ദ ഫോം ഓഫ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ഗേറ്റ് വോൾട്ടേജ്. ഗേറ്റ് വോൾട്ടേജിനും ഗേറ്റ് കറന്റിനും റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. VG എന്ന് പറയുന്നത് പോസിറ്റീവ് ഗേറ്റ് ടു കാഥോഡ് വോൾട്ടേജും IG എന്ന് പറയുന്നത് ഗേറ്റ് ടു കാഥോഡ് കറന്റ് വിച്ച് ഈസ് DC വാല്യൂ ആണ്. ഓക്കെ,
As the gate cathode circuit of the thyristor is a PN junction, the characteristics എന്ന് പറയുന്നത് ഒരു സിമിലർ ടു ഡയോഡിനായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു PN ജംഗ്ഷൻ ഗേറ്റ് കാഥോഡ് സർക്യൂട്ട് ഓഫ് ദ തൈറിസ്റ്റർ എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തെങ്കിൽ നമുക്ക് ഒരു സിമിലർ ആയിട്ട് ആ ഒരു ഡയോഡിന്റെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഗേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ തൈറിസ്റ്റർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കർവുകളിലാണ്. 1, 2 എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതൊരു കർവ് അതുപോലെ തന്നെ ഇതൊരു കർവ്, രണ്ട് കർവുകളിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കർവ് 1 എന്ന് പറയുന്നത് എന്താണ്? ലോവസ്റ്റ് വോൾട്ടേജ് വാല്യൂ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈ ടു ടേൺ ഓൺ ദ SCR. SCR ടേൺ ഓൺ ആക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോവസ്റ്റ് വോൾട്ടേജ് ആണ്. കർവ് 2 എന്ന് പറയുന്നത് ഹയസ്റ്റ് പോസിബിൾ വാല്യൂസ് ആണ്. ഓക്കെ, ആ ഒരു ഗേറ്റ് സർക്യൂട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ആണ് 2 എന്ന് പറയുന്ന കർവിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നോക്കൂ, ഈ ഒരു ഇതിൽ വന്ന് മിനിമം വോൾട്ടേജ് ആണ്, ആ ഒരു ട്രിഗർ ചെയ്യുന്നതിന് ആവശ്യമായ മിനിമം വാല്യൂസും ഇതെന്ന് പറയുന്നത് മാക്സിമം വാല്യൂസ് ആണ്, ആ ഒരു ഗേറ്റിന് അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂസ്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഗ്രാഫ്. അപ്പൊ ചിലപ്പോൾ എക്സാംസിൽ നമുക്ക് ഇങ്ങനെ വരാം, ഗ്രാഫുകൾ രണ്ടെണ്ണം തന്നിട്ട് ഈ OY എന്നോ അല്ലെങ്കിൽ OX എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ VGM എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ആവറേജ് ഗേറ്റ് പവർ ഡിസിപ്പേഷൻ ഓഫ് ആൻ SCR ഈസ് 0.5 വാട്ട്. ഗേറ്റ് വോൾട്ടേജ് വേരിയേഷൻ എന്ന് പറയുന്നത് 2 to 10 വോൾട്ടേജ് ആണ്. Which of the following is true? അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ, പവർ ഡിസിപ്പേഷൻ 0.5 വാട്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് വേരിയേഷൻ 2 മുതൽ 10 ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. VG is equal to 2 വോൾട്ടേജ് ആണെങ്കിൽ IG എന്ന് പറയുന്നത് 0.25 ആംപിയർ ആയിരിക്കും. VG എന്ന് പറയുന്നത് 10 ആണെങ്കിൽ IG is equal to 0.05 ആംപിയർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം PG is equal to, നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിയുന്നതാണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. PG is equal to എന്താണ്? VG അതുപോലെ തന്നെ ഇൻറ്റു IG ആണ്. ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ കറന്റും വോൾട്ടേജും ആണ് തന്നിരിക്കുന്നത് അല്ലെ, കറന്റ് കണ്ടുപിടിക്കണം. അപ്പൊ PG നമുക്ക് 0.5 ആണെന്ന് അറിയാം, രണ്ട് കേസസിൽ എടുക്കുകയാണ്. അപ്പൊ ആദ്യം 2 വോൾട്ടേജും then 10 വോൾട്ടേജ് എടുക്കുകയാണ്. അപ്പൊ IG is equal to PG by VG ആണ്. അപ്പൊ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, VG 2 കൊടുക്കുകയാണെങ്കിൽ IG 0.25 ആംപിയറും VG 10 കൊടുക്കുകയാണെങ്കിൽ IG 0.05 ആംപിയറും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നോക്കൂ, നമുക്ക് കേസസ് നമുക്ക് നോക്കാം. PG is equal to VG into IG ആണ്. അപ്പൊ രണ്ടും 10 ആണ്. ഫസ്റ്റ് കേസിൽ VG എന്ന് പറയുന്നത് 2 വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ IG is equal to PG by VG, that is equal to 0.5 by 2, that is equal to 0.25 ആംപിയർ വന്നിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ VG എന്ന് പറയുന്നത് 10 വോൾട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ IG is equal to 0.5 by 2, that is equal to 0.05 ആംപിയർ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ അറിഞ്ഞാലാണ് നമുക്ക് എന്താണ് ആ കറന്റിന്റെ വാല്യൂ വരുന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഗേറ്റ് പവർ ലോസ് ഇൻ SCR is defined as. ഗേറ്റ് പവർ ലോസ്, SCRന്റെ ഗേറ്റ് പവർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ D is the right answer. The mean power loss due to gate current between the gate and the main terminal. ഗേറ്റ് ടെർമിനലിനും മെയിൻ ടെർമിനലിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഒരു ഗേറ്റ് കറന്റ്, ഓക്കെ, ആ ഗേറ്റ് കറന്റ് കാരണം ഉണ്ടായിരിക്കുന്ന മീൻ പവർ ലോസ്, അതാണ് ഗേറ്റ് പവർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊരു പവർ ലോസ് ആണ്. ഗേറ്റ് പവർ ലോസ് എന്ന് പറഞ്ഞാൽ അതൊരു ലോസ് ആണ് അല്ലെ, ഗേറ്റിൽ ഉണ്ടാകുന്ന ഒരു പവർ ലോസ് ആണ്. അതെന്താണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഗേറ്റ് കറന്റ്. ഗേറ്റ് കറന്റ് കാരണം, അത് എവിടെയൊക്കെയാണ്? ഗേറ്റ് ടെർമിനലിനും ഗേറ്റിനും മെയിൻ ടെർമിനലിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഗേറ്റ് കറന്റ് കാരണം ഉണ്ടാകുന്ന മെയിൻ പവർ ലോസ് ആണ് എന്ന് പറയുന്നത് ഗേറ്റ് പവർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ D is the right answer. അപ്പൊ നോക്കൂ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാം അല്ലെ. അപ്പൊ ഈ ഒരു ഗേറ്റ് പവർ ലോസ് എന്താന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആസ് സപ്ലൈ ഈസ് ഗിവൺ ടു ദ ഗേറ്റ് കാഥോഡ് ടെർമിനൽ, ഗേറ്റ് കാഥോഡ് ടെർമിനലിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സപ്ലൈ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മൾ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ദ ഗേറ്റ് കറന്റ് സ്റ്റാർട്ട്സ് ടു ഫ്ലോ which will help in the build up of anode current of SCR. അപ്പൊ ഗേറ്റ് കറന്റ് സ്റ്റാർട്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ആനോഡ് കറന്റിന്റെ ആ ഒരു ആനോഡ് കറന്റ് ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഗേറ്റ് കറന്റ് ഫ്ലോ ആവുന്നതിനനുസരിച്ച് നമുക്ക് ആനോഡ് കറന്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഓഫ് ടേണിംഗ് ഓൺ SCRനെ നമ്മൾ ഗേറ്റ് ട്രിഗറിംഗ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രിഗറിംഗിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ട്രിഗറിംഗിന്റെ ഒക്കെ, ട്രിഗറിംഗ് ഓഫ് SCR എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗേറ്റിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ, ഗേറ്റ് കാഥോഡ് ടെർമിനലിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് ഗേറ്റിനെ ടേൺ ഓൺ ആക്കി ഗേറ്റ് കറന്റ് ഫ്ലോ ആവുന്നതിന്റെ ഫലമായിട്ട്
നമുക്ക് ആനോഡ് കറന്റ് വരുന്നുണ്ട്. അതിന് നമ്മൾ ഗേറ്റ് ട്രിഗറിംഗ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് കൂടുതലായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. SCRനെ ടേൺ ഓൺ ആക്കുന്നതിന് മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് ഗേറ്റ് ട്രിഗറിംഗ് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ ഗേറ്റ് പവർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആവറേജ് പവർ ലോസ് ആണ്. ഗേറ്റ് ടെർമിനലിൽ ഉണ്ടാകുന്ന ഒരു ആവറേജ് പവർ ലോസ്. അത് എന്തുകൊണ്ടാണ്? ആ ഒരു ഗേറ്റ് കറന്റും ആ മെയിൻ ടെർമിനലിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഒരു ഗേറ്റ് കറന്റ് കാരണം വരുന്ന ആ ഒരു ലോസ് ആണ് ഗേറ്റ് പവർ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താന്ന് നോക്കാം. The thyristor TH is triggered using a pulse transformer. ഒരു പൾസ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന തൈറിസ്റ്ററിനെ നമ്മൾ ട്രിഗർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് പൾസ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. The pulse transformer operates at 10 kHz. അപ്പോൾ ഇതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണ്? 10 kHz ആണ്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് 40% ആണ്. ഓക്കെ, ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓൺ ഓഫ് ടൈം ആണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ എന്ന് മെൻഷൻ ചെയ്തത്. The thyristor has the maximum average gate power limitation of 0.5 watt ആണ്. മാക്സിമം അലവബിൾ ഗേറ്റ് വോൾട്ടേജ് ലിമിറ്റ് എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ആണ്. ഓക്കെ, assuming ideal pulse transformers, the turn ratio N1/N2 is. അപ്പോൾ ഈ ഒരു ടേൺ റേഷ്യോ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തൈറിസ്റ്ററിനെ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പൾസ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്വിച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 kHz ഡ്യൂട്ടി സൈക്കിൾ 40% ആണ്. അലവബിൾ ആയിട്ടുള്ള തൈറിസ്റ്ററിന്റെ പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് 0.5 വാട്ടും ആ ഒരു അലവബിൾ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ടേജും ആണ്. ഓക്കെ, 10 വോട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോമറിന്റെ പൾസ് ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ N1/N2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ 1.4 to 1.5 ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു ടേൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1.4 to 1.5. പല റേഷ്യോസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു റേഷ്യോയുടെ റേഞ്ചിലാണ് നമുക്ക് ആ ഒരു റേഷ്യോ വരുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡ്രൈവർ സർക്യൂട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും E is equal to RIG plus VG ആണ്. ഓക്കെ, അതായത് RIG plus VG ആണ് E എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, the diode D clamps the gate voltage to 0 when E goes negative. E എന്ന വോൾട്ടേജ് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ആ ഒരു ഡയോഡ് D എന്ത് ചെയ്യുന്നുണ്ട്? ഗേറ്റ് വോൾട്ടേജിന് 0യിലേക്ക് ക്ലാമ്പ് ചെയ്യാണ്. നമ്മൾ ക്ലിപ്പിങ്ങും ക്ലാമ്പിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗേറ്റ് വോൾട്ടേജിന് 0യിലേക്ക് ക്ലാമ്പ് ചെയ്യാണ്. അപ്പൊ IG എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് 0 ആണ്. അപ്പൊ VG is equal to എനിക്ക് E എന്ന് മാത്രം കിട്ടും അല്ലെ. IG is equal to 0. ഗേറ്റ് വോൾട്ടേജിനെ ഞാൻ 0 ആക്കുമ്പോൾ എനിക്ക് VG is equal to E എന്നുള്ള വാല്യൂയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം നമുക്ക് തന്നിരിക്കുന്നത് 10 വോൾട്ടേജ് ആണ്. അപ്പൊ E is equal to 10 വരും. കാരണം VG is equal to E ആണ്. അപ്പൊ E is equal to 10 വോൾട്ടേജ് വരും. അപ്പൊ E ആണ് നമുക്ക് ടേൺസ് റേഷ്യോ വരുന്നത് N2/N1 into 15 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് 10 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ E is equal to N2/N1 into 15 ആണ്. സോ നൗ ദ ടേൺസ് റേഷ്യോ N1/N2 ദാറ്റ് ഈസ് ഈക്വൽ ടു 15/10 വരും അല്ലെ. ഇത് N2/N1 ആണ്. N1/N2 എന്ന് പറയുമ്പോൾ 15/10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് N2/N1 N/N2 ന്റെ റേഷ്യോ 1.4 to 1.5. അതാണ് നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്തിരുന്നത് നമുക്ക് ആൻസർ. സോ 1.5 ആണ് അവർ തമ്മിലുള്ള റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ SSCRനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കുക തന്നെ വേണം. എന്നാലാണ് നമുക്ക് പ്രോബ്ലംസ് ആണെങ്കിലും കൂടുതൽ നമുക്ക് പ്രോബ്ലംസ് ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും SCR എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഗ്രാഫ് ആയിട്ടും ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ മാക്സിമം ഗേറ്റിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഗേറ്റ് ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പ്രോബ്ലംസിലേക്കായിരിക്കും SCRനൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു.